സന്ദീപ് ശർമ്മ എന്തിനാണ് ഈ രാജസ്ഥാൻ ക്യാപ്റ്റനും അല്ലെങ്കിൽ ടീമും ഒക്കെ ഇത്രയും പറയുന്ന പോലെ ഈ ട്രസ്റ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതും ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ആണെന്നുള്ളൊരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ഭാരം എടുത്ത് കൊടുത്തേക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഒരു മുൾക്കിരീടം പോലെയാണ് സന്ദീപ് ശർമ്മ ഈ പറയുന്ന ഈ ഒരു ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് എന്നുള്ള ഒരു സ്ഥാനം അല്ലെങ്കിൽ ഒരു പേര് എടുത്ത് കൊടുത്തിരിക്കുന്നത്. പണ്ടൊക്കെ നിലവിൽ എറിയുമായിരുന്നു ഡെത്ത് ഓവറിലൊക്കെ, പക്ഷേ ഈ ഒരു സീസണിലോട്ട് വരുമ്പോഴത്തേനും വളരെ തോൽവിയായിട്ടുള്ള ഒരു പ്രകടനമാണ് ഡെത്ത് ഓവറുകളിൽ ഈ പറയുന്ന സന്ദീപ് ശർമ്മ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഡെത്ത് ഓവറുകളിൽ മാത്രമല്ല അല്ലാത്ത ഓവറുകളിലൊക്കെയും തല്ല് കിട്ടുന്നതിൽ യാതൊരുവിധ മയവും കാണിക്കുന്നില്ല സന്ദീപ് ശർമ്മ. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ വീണ്ടും വീണ്ടും ട്രസ്റ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ എനിക്ക് എന്താന്ന് പിടികിട്ടുന്നില്ല. സന്തോഷ് ശർമ്മയുടെ ഈ പറയുന്ന പോലെ ഈ സീസണിലെ പ്രകടനമൊക്കെ നമുക്ക് നോക്കാം. ആദ്യ മത്സരം SRH ആയിട്ടായിരുന്നു. 4 ഓവറിൽ 51 റൺസ് വിട്ടുകൊടുത്തിട്ട് 1 വിക്കറ്റ് നേടി. രണ്ടാമത്തെ മത്സരം KKR ആയിട്ടാണ്. 2 ഓവറിൽ 11 റൺസ് വിട്ടുകൊടുത്ത് വിക്കറ്റ് നേടിയിട്ടില്ല. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ആ മത്സരത്തിൽ എറിഞ്ഞു. CSK ആയിട്ടുള്ള മത്സരത്തിൽ 4 ഓവറിൽ 42 റൺസ് വിട്ടുകൊടുത്തു 1 വിക്കറ്റ് നേടി. പഞ്ചാബായിട്ടുള്ള മത്സരത്തിൽ 4 ഓവറിൽ 21 റൺസ് വിട്ടുകൊടുത്തിട്ട് 2 വിക്കറ്റ് നേടി. ഈ ഒരു സീസണിലെ ഏറ്റവും മികച്ച ഒരു പ്രകടനം അത് മാത്രമാണ്. അതിനുശേഷം GT ആയിട്ടുള്ള മത്സരത്തിൽ 4 ഓവറിൽ 41 റൺസ് വിട്ടുകൊടുത്തിട്ട് 1 വിക്കറ്റ് നേടി. RCB ആയിട്ടുള്ള മത്സരത്തിൽ 2.3 ഓവർ എറിഞ്ഞുള്ളൂ, 29 റൺസ് നേടി, വിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല. DC ആയിട്ടുള്ള മത്സരത്തിൽ, അതായത് കഴിഞ്ഞ മത്സരത്തിൽ 4 ഓവറിൽ 33 റൺസ് വിട്ടുകൊടുത്തു. അതിനുശേഷം സൂപ്പർ ഓവർ ഉണ്ടായിരുന്നു. രാജസ്ഥാൻ 11 റൺസ് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ്. 4 ബോളിൽ 14 റൺസ് വിട്ടുകൊടുത്തിട്ട് സന്ദീപ് ശർമ്മ അതും കളഞ്ഞു. ആ ഓവറിൽ എനിക്ക് തോന്നുന്നു ആർച്ചറിനെ എറിയിപ്പിച്ചായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ മത്സരമെങ്കിലും സൂപ്പർ ഓവറിൽ അവർക്ക് പിടിക്കാറുണ്ട്. കാരണം ഈ സീസണിൽ എന്തായാലും സന്ദീപ് ശർമ്മയെക്കാളും മികച്ച രീതിയിൽ തന്നെ പന്തെറിയുന്ന ആർച്ചറാണ്. വിക്കറ്റ് ടേക്കിങ്ങിലും ആർച്ചർ തന്നെയാണ് മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നത്. പക്ഷെ എന്നിട്ടും എന്തിനാണ് സന്ദീപ് ശർമ്മ ഇങ്ങനെ ട്രസ്റ്റ് ചെയ്യുന്നത് അറിയത്തില്ല. ഈ മത്സരത്തിലോട്ട് വരുമ്പോൾ LSU ആയിട്ടുള്ള ഈ മത്സരത്തിലോട്ട് വരുമ്പോൾ ഈ പറയുന്ന 4 ഓവറിൽ 55 റൺസ് ആണ് വിട്ടുകൊടുത്തിട്ടുള്ളത്. 1 വിക്കറ്റ് മാത്രമേ നേടിയിട്ടുള്ളൂ. ഒത്തിരി വിക്കറ്റുകളും എടുക്കുന്നില്ല. എന്നാൽ നല്ല രീതിയിൽ തന്നെ തല്ലുമഴിക്കുന്ന ഒരു പ്രവണതയാണ് സന്ദീപ് ശർമ്മ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന പോലെ ആർച്ചറിനൊക്കെ ഈ പറയുന്ന ലോകോത്തര ബോളറായിട്ടുള്ള ആർച്ചറൊക്കെ ഉള്ളപ്പോൾ എന്തിനാണ് സന്ദീപ് ശർമ്മ വീണ്ടും വീണ്ടും ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും എറിയിപ്പിച്ചിട്ട് കളികൾ കൊണ്ട് കളയുന്നത്? ഈ ഒരു LSU ആയിട്ടുള്ള മത്സരത്തിൽ ബാക്കിയുള്ള എല്ലാ ബോളേഴ്സും നല്ല രീതിയിൽ തന്നെയാണ് പന്തെറിഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനകത്തൊരു കല്ലുകടിയായിട്ട് കിടക്കുന്നത് സന്ദീപ് ശർമ്മയുടെ ഈ പറയുന്ന ഒരു പ്രകടനം മാത്രമാണ്. അത് ലാസ്റ്റ് ഓവർ ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ലാസ്റ്റ് ഓവറിൽ 27 റൺസ് ആണ്, 4 സിക്സുകൾ ഉൾപ്പെടെ 27 റൺസ് ആണ് സന്ദീപ് ശർമ്മ എടുത്തിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തെ മധ്യ ഓവറുകളൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത്. ഒരിക്കലും ഇനി ഡെത്ത് ഓവറുകളിൽ എറിയിപ്പിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം രാജസ്ഥാൻ ഈ സീസണിലൊക്കെ തോൽക്കുന്നതിന്റെ പ്രധാന കാരണം മറിഞ്ഞിരിക്കുന്ന സന്ദീപ് ശർമ്മയുടെ ഈ ഒരു പ്രകടനം തന്നെയാണ്. നിങ്ങൾ ഈ മൊത്തം മത്സരങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണും ബാക്കിയുള്ള എല്ലാ ബോളേഴ്സും നല്ല രീതിയിൽ എറിയുമ്പോഴാണ് സന്ദീപ് ശർമ്മ ഇത്ര റൺസ് വിട്ടുകൊടുക്കുന്ന ഒരു പ്രവണത കാണിക്കുന്നത്. അതുകൊണ്ട് സന്ദീപ് ശർമ്മ ഇനി കുറച്ചുകൂടെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ മത്സരങ്ങൾ ഇനി കൈവിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. സന്ദീപ് ശർമ്മയെ പറ്റിയിട്ടുള്ള രാജസ്ഥാൻ ഫാൻസിന്റെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമന്റിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുമല്ലോ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.